കർത്തൃനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം വായിക്കുന്നു. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്ര പ്രസിദ്ധമാണ്. പ്രസ്തുത പ്രയാണത്തിൽ സമാഗമന കൂടാരമായിരുന്നു അവരുടെ ആരാധനാ കേന്ദ്രം. ദൈവവുമായി സമ്പർക്കം പുലർത്തുന്നതിനുള്ള സ്ഥാനമായി ഇത് പരിഗണിച്ചിരുന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് യഹോവ മോശയോട് കൽപ്പിക്കുന്ന വാക്കുകളാണ് സ്മര്യ വാക്യം. ദൈവത്തിന് വസിപ്പാൻ ഒരു വിശുദ്ധ മന്ദിരം നിർമ്മിക്കണം. ദൈവം എന്നും തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നവനാണ്. പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ക്രിസ്തുഭക്തനും ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് കാണാവുന്നതാണ്. അപ്പസ്തോലനായ പൗലോസ് എഴുതുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം. പ്രിയരെ, ദൈവത്തിൻ്റെ മന്ദിരമായി നിങ്ങൾ രൂപാന്തരപ്പെടണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലായി തീരണം. പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവിടുത്തെ രക്ഷിതാവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങൾക്കും വിശുദ്ധ മന്ദിരമായി മാറാം. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന് നിങ്ങളിൽ വസിപ്പാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്നാൽ ദൈവത്തിൻ്റെ മന്ദിരമെന്നാണ് അർത്ഥം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധനായവൻ സകലരെയും സഹായിക്കട്ടെ. അവിടുത്തെ അതിപരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.